എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കുറച്ച് കോഴികളിപ്പം കൊടുക്കാനുണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. രാവിലെ ഒരു വണ്ടി വന്നിട്ടുണ്ട്, കുറേ കോഴികളെ ആവശ്യമുണ്ട് അവർക്ക്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവർ തന്നെ അവർക്ക് ആവശ്യമുള്ളതിനെ പിടിച്ചുകൊണ്ട് പോയിക്കോളും. നമ്മളതിൻ്റെ വെയിറ്റ് നോട്ട് ചെയ്താൽ മതി. അവർ രാവിലെ കോഴിയെ പിടിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. वो बोला 10 पीस है। इधर से पकड़ो। ഇവർക്ക് പൂവൻകോഴിയെ മതി എന്ന് പറഞ്ഞു. അന്നേരം അതിനെ നോക്കിയാണ് അവർ പിടിക്കുന്നത്. ഇത് അത്ര ഈസി അല്ല ഇതിനെ പിടിച്ച് അതിനകത്ത് ഇടുക എന്നുള്ളത്. ഇച്ചിരി ആരോഗ്യമല്ല കോഴിയാണ്. അന്നേരം നമുക്ക് അതിൻ്റെ നിന്ന് കൊത്ത് കിട്ടാനും മാന്ത് കിട്ടാനൊക്കെ ചാൻസസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ പൂവൻകോഴിയും പെടക്കോഴികളും കിടപ്പുണ്ട്. ആവശ്യമുള്ളവർക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാനുണ്ട് ഇപ്പം ധാരാളം. പുള്ളി അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ തന്നെ അത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഓടിപ്പോവുകയാണ്. അവരെ പിടിക്കാൻ ഇച്ചിരി പണിയാണ്, പിടിക്കാൻ ഈസിയല്ല. രാവിലെ കുറെ കോഴിയെ കൊണ്ടുപോവാണ് കച്ചവടക്കാർ. വേണ്ടവർക്ക് ഇനിയുണ്ട് നമ്മുടെ കയ്യിൽ. പൂവൻകോഴിയും പെടക്കോഴിയും ഉണ്ട്. ചോട്ട ചെയ്യേ. ഇപ്പൊ ഈ കാണുന്ന കോഴികളൊക്കെ ഏകദേശം 3.5 തൊട്ട് 4.25 കിലോ വരെയൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം നമ്മൾ പൂവൻകോഴിയെ മാത്രം മാറ്റിയിട്ടേക്കാണ്. കുറേ ഉണ്ടായിരുന്നു, അത് കുറച്ചൊക്കെ പോയി. നമ്മുടെ കയ്യിലുള്ള കോഴികളെയെല്ലാം നമ്മൾ ഈ തോട്ടത്തിൽ അഴിച്ചുവിട്ട് വളർത്തുന്നതാണ്. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള കോഴികളാണ്. കോഴികളെ ആവശ്യമുള്ളവർ ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പെടക്കോഴിയോ പൂവൻകോഴിയോ ഏതാ വേണ്ടെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഇറച്ചി പർപ്പസിനുള്ള കോഴികളാണ്, മുട്ടക്കോഴികളല്ല, ഇറച്ചി പർപ്പസിനുള്ള കോഴികളാണിത്. കുഞ്ഞുങ്ങൾ ഇനിയൊരു 1.5-2 മാസം എടുക്കും. കച്ചവടക്കാർ നമ്മുടെ സൈറ്റിൽ വന്ന് അവർക്ക് ഡെയിലി ആവശ്യമുള്ളതിനെ അവർ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിവിടെ കോഴിയെ ഡ്രസ്സ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അതിന് പക്ഷേ നിങ്ങൾ മുൻകൂറായി നമ്മളെ വിളിച്ച് പറയണം. സഡനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ മുമ്പേ വിളിച്ച് പറഞ്ഞാൽ നമുക്കത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇവർ കച്ചവടക്കാരായതുകൊണ്ട് ഇവർക്ക് ലൈവായിട്ടാണ് വേണ്ടത്. അന്നേരം അവരതിനെ പിടിച്ച് അവർക്ക് ആവശ്യമുള്ളതിനെ ഇപ്പം കൊണ്ടുപോവാണ്. ഇനി അടുത്ത ട്രിപ്പ് ഇനിയും അവർക്ക് ആവശ്യമുള്ള എപ്പോഴാന്ന് വെച്ചാൽ അന്നേരം വരും. സപ്ലൈ करने के लिए और आपका नहीं मुर्गी फार्म में जा रहा है, मुर्गी साथ साथ में इसको भी एक ही साथ में लेके जाए.